ആദ്യം വന്നത് എന്റെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന രാധച്ചേച്ചിയുടെ മകനായിരുന്നു മുരളി. 17 വയസ്സ് കഴിഞ്ഞ് 10 ദിവസത്തിനു ശേഷമാണ് മുരളി ആരോടും പറയാതെ നാട് വിട്ടതെന്ന് രാധച്ചേച്ചി കരച്ചിലടക്കി അമ്മയോട് പലവട്ടം പറയുന്നത് കേട്ടിട്ടുണ്ട്. 12ലെ പരീക്ഷ എഴുതി ഫലം കാത്തിരുന്ന മുരളി എന്തിനാണ് നാടുവിട്ടു പോയതെന്ന് രാധച്ചേച്ചിക്ക് മനസ്സിലായിരുന്നില്ല. പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലത്താണ് ഒരു വൈകുന്നേരം പുറത്തുപോയ മുരളി തിരിച്ചുവരാതിരുന്നത്. ആ മുരളിയാണ് 9 കൊല്ലത്തിനു ശേഷം ഒരു ദിവസം രാവിലെ പെട്ടെന്ന് തിരിച്ചുവരുന്നത്. രാധച്ചേച്ചിയുടെ വീട്ടിലെ കോലാഹലങ്ങൾ കേട്ടാണ് അമ്മയും ഞാനും അന്നു രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. ആ ദിവസം തന്നെ വൈകുന്നേരം വന്ന് അവർ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുലർച്ചെ വീട്ടിന്റെ മുൻവശത്തുള്ള വാതിലിലെ മുട്ട് കേട്ടാണ് അവർ ഉണർന്നതത്രേ. വാതിൽ തുറന്നപ്പോൾ പെട്ടിയും പ്രമാണങ്ങളുമായി ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ. കുറച്ചുനേരം അവർ ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിനിന്നു. വന്ന ചെറുപ്പക്കാരന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞുകവിഞ്ഞൊഴുകി. അവൻ അമ്മേ എന്ന് വിളിച്ച് രാധചേച്ചിയെ കെട്ടിപ്പിടിച്ചു. രാധചേച്ചിയും കരച്ചിൽ തുടങ്ങി. ശബ്ദം കേട്ട് മുരളിയുടെ അച്ഛൻ വിജയനും അനിയത്തി രാധികയും പുറത്തേക്ക് വന്നു. അതോടെ ആ സമാഗമം കൂടുതൽ വികാരനിർഭരമായി. കരഞ്ഞും കെട്ടിപ്പിടിച്ചും അവർ അയൽക്കാരെ മുഴുവൻ ഉണർത്തി. മുരളിയുടെ തിരിച്ചുവരവ് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഒരാഘോഷമാക്കി മാറ്റി. പക്ഷേ എന്തുകൊണ്ടോ എന്റെ മനസ്സ് അതിനുശേഷം വളരെ അസ്വസ്ഥമാവുകയാണ് ചെയ്തത്. പഠിക്കുന്നതിലൊന്നും ശ്രദ്ധ നിൽക്കുന്നില്ല. എന്തോ ചില ദൂസൂചനകൾ കാണുന്ന പോലെ എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടു. മുരളി അതിനുശേഷം പറളി വിട്ട് തിരിച്ചുപോയില്ല. പക്ഷേ വീട്ടിനു പുറത്തു വളരെ ദുർലഭമായേ കണ്ടിരുന്നുള്ളൂ. എന്നെ കാണുമ്പോഴെല്ലാം പരിചയം ഒരു ചിരിയിൽ ഒതുക്കി ഒന്നും പറയാതെ നടന്നുപോവും. വരുമ്പോൾ മുരളിയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നിരിക്കണം. രാധചേച്ചി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചിരുന്നെങ്കിലോ സൂചിപ്പിച്ചിരുന്നെങ്കിലോ നേരിട്ടൊരു ഉത്തരം തരാതെ തന്ത്രപൂർവ്വം അവർ വിഷയം മാറ്റുകയായിരുന്നു പതിവ്. പക്ഷേ അവർ വീട് പുതുക്കിപ്പണിതു. ജോലിക്ക് ഒരാളെ വെച്ചു. രാധിക പുതുപുത്തൻ കുപ്പായങ്ങൾ അണിഞ്ഞ് കോളേജിൽ പോവാൻ തുടങ്ങി. മുരളി വന്നതിനുശേഷം അവരുടെ ജീവിതശൈലി മാറുകയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എന്റെ മനസ്സിൽ എന്തോ അപായമണികൾ എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മുരളിയുടെ വരവ് ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായത് പിന്നീടാണ്. മുരളിക്കുശേഷം തിരിച്ചുവന്നത് രാമകൃഷ്ണനായിരുന്നു. പറളിയിൽ നിന്ന് ഓടനൂർക്ക് തിരിയുന്ന വഴിക്കരികത്തായിരുന്നു രാമകൃഷ്ണന്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. രാമകൃഷ്ണൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡിഗ്രി കോഴ്സിന്റെ അവസാന വർഷത്തിൽ ആയിരിക്കുമ്പോഴാണ് പറളിയിൽ നിന്ന് പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷനാവുന്നത്. അതിന്റെ കാരണവും ആർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അറിയുന്നവർ പറഞ്ഞിരുന്നതുമില്ല. അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ വരെ എന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം കൊല്ലങ്ങൾക്ക് മുമ്പ് നാടുവിട്ടുപോയ 5 പേരാണ് പറളിയിലേക്ക് പല ആഴ്ചകളായി തിരിച്ചുവന്നിരിക്കുന്നത്. ഖത്തറിൽ ജോലിക്കുപോയി 9 മാസത്തിനു ശേഷം യാതൊരു വിവരവുമില്ലാതിരുന്ന മൻസൂറിന്റെ തിരിച്ചുവരവ് വലിയൊരു സംസാരവിഷയമായി മാറി പറളിയിൽ. പ്രസാദ്, മനു, രഘു, സതീശൻ എന്നിവരാണ് തിരിച്ചുവന്ന മറ്റു 4 പേർ. പല കുടുംബങ്ങളിലായി. ഈ 7 പേരും 16നും 20നും വയസ്സിനിടയിൽ പറളിയിൽ നിന്ന് പല സമയങ്ങളിലായി അപ്രത്യക്ഷരായവരാണ്. എല്ലാം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എന്റെ അനുമാനങ്ങൾ അതാത് സമയം ഒരു നോട്ട്ബുക്കിൽ എഴുതിവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് എന്റെ അന്വേഷണത്തെ സഹായിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്റെ സംശയങ്ങളെല്ലാം സ്ഥിരീകരിച്ചത് കുറച്ച് ദിവസങ്ങൾക്കു മുൻപായിരുന്നു. ഈ കുറിപ്പുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവ നിങ്ങൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിലും വേഗമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം പറളി ഹൈസ്കൂളിനു പിന്നിലുള്ള പറങ്കിമാവ് തോട്ടത്തിന്റെ വശത്തുള്ള ഇടവഴിയിലൂടെ എന്തൊക്കെയോ ആലോചിച്ച് നടന്നുവരുമ്പോഴായിരുന്നു അടക്കിയ ശബ്ദത്തിൽ 1-2 പേർ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ആ വഴി സാധാരണ ഒഴിവാക്കാറായിരുന്നു എന്റെ പതിവ്. അന്ന് എന്തോ ആ വഴി പോകുമ്പോൾ സമയം പോയതറിഞ്ഞില്ല. മനസ്സ് ആകെ താളം തെറ്റിയിരുന്നു. മണലെടുത്ത് ചളിക്കുണ്ടായ പറളിപ്പുഴയും ചുട്ടുപഴുത്ത കാലാവസ്ഥയും സ്വന്തം ഭാവിയെപ്പറ്റിയുള്ള എന്റെ ആശങ്കകളും എല്ലാം ഒരേ സമയത്ത് എന്നെ തീറ്റിക്കുകയായിരുന്നു. ഈ അസ്വസ്ഥത കാരണമായിരിക്കണം സമയം പോയത് ഞാനറിഞ്ഞില്ല. ആ നേരത്താണ് പതിഞ്ഞ സ്വരത്തിലുള്ള ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നത്. വഴിക്കരികിലുള്ള മതിലിന്റെ മുകളിലൂടെ ഏന്തി ഞാൻ പറങ്കിമാവിൻ തോട്ടത്തിലേക്ക് നോക്കി, എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്നറിയാൻ. അപ്പോഴാണ് കുറച്ചു ദൂരത്തുള്ളൊരു പറങ്കിമാവിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 6-7 പേരെ കാണുന്നത്. ആരാണവർ? എന്താണവർ ചെയ്യുന്നത്? എന്റെ ജിജ്ഞാസ ഉണർന്നു. ഞാൻ മതിലിൽ പൊത്തിപ്പിടിച്ച് മറ്റേ ഭാഗത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി നടന്നു. എന്നിട്ട് അവർ നിൽക്കുന്നതിനടുത്തുള്ളൊരു മരത്തിന്റെ ഓരം പറ്റിനിന്ന് നോക്കി. 7 പേരുണ്ട് മൊത്തം. അതിൽ മുരളിയെ മാത്രമേ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അയാളാണ് അധികം സംസാരിച്ചിരുന്നതും.
ഞാൻ ചെവി കൂർപ്പിച്ചു നിന്നു, അവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ വേണ്ടി. അതാണ് ഞാൻ പറയുന്നത്, മുരളി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനാക്കി. നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങണം. സംശയത്തിന് ഇടം കൊടുക്കരുത്. ഒരു നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം അയാൾ തുടർന്നു. നമ്മുടെ ഉദ്ദേശം വലുതായതൊന്നാണ്. പറളി ഒരു തുടക്കം മാത്രമാണ്. ഒരു പിഴവും വരാൻ പാടില്ല. പക്ഷേ എപ്പോഴാണ് നമ്മൾ തുടങ്ങുക? മറ്റു 6 പേരിലൊരാൾ ചോദിച്ചു. തിടുക്കം കൂട്ടി ഒന്നും ചെയ്യരുത്, മുരളി പിന്നെയും ഉപദേശിച്ചു. നിർദ്ദേശങ്ങൾ കിട്ടും പ്രകാരം നിങ്ങളെ ഞാൻ അറിയിക്കും. അതനുസരിച്ച് നീങ്ങണം നമ്മൾ. കുറച്ചു നേരത്തേക്ക് പിന്നെ ആരും സംസാരിക്കുന്നത് കേട്ടില്ല. 1-2 മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ ഒരു വശത്തൂടെ നോക്കുമ്പോൾ എല്ലാവരും അത്ഭുതകരമാവണ്ണം അവിടെ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. എന്റെ കൈയും കാലും ആ ചൂടിലും തണുത്തു വിറങ്ങലിച്ചതുപോലെയായി. ഹൃദയം അതിശക്തിയായി മിടിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഞാൻ കണ്ടതും കേട്ടതും എന്ന് എനിക്കുതന്നെ അറിയാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ ഇതെല്ലാം എന്റെ വിഭ്രാന്തികളായിരുന്നോ എന്നും എനിക്ക് പെട്ടെന്ന് സംശയം തോന്നി. പറളിയിലേക്ക് തിരിച്ചുവന്നവർ എന്ന പേരിൽ നടക്കുന്ന ഈ 7 പേരും യഥാർത്ഥത്തിൽ ആരാണ്? എന്താണ് അവരുടെ ശരിക്കുള്ള ഉദ്ദേശം? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എന്റെ മാത്രം ദൗത്യമല്ല. എല്ലാ പറളിക്കാരും ഒന്നിച്ചുനിന്ന് ശ്രമിക്കണമതിന്. എന്ത് സംഗതിയായാലും അത് പറളിയിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതറിഞ്ഞിട്ടും നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ വരാനിരിക്കുന്ന എന്തോ വലിയൊരു വിപത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പറളിക്കാരായ നമ്മൾക്കായിരിക്കും.